ഇവർ വിവാഹിതരായ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയുന്നത്. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഭവാനിയും അഞ്ജനയും ചേർന്നുകൊണ്ട് ഭൂമിയുടെ കട നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഭവാനിയും അഞ്ജനയും ചേർന്ന് പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ള ഭൂമിയുടെ കടയുടെ അടുത്തോട്ടേക്ക് വന്ന് ഇങ്ങനെ ആരും കാണാത്ത സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഭൂമി വരുന്നത്. ആ സമയത്ത് ഭവാനി അഞ്ജനയോട് പറയും, എന്തിനാ ഈ രാത്രി സമയത്ത് ഇവള് ഈ പോലീസ് സ്റ്റേഷനിലോട്ട് വന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് അജയ് വരുന്നത്. അപ്പോൾ അജയ് ഭൂമിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഈ അർദ്ധരാത്രിയിൽ നീ ഇവിടെ ചോദിക്കുകയാണ്. ആ സമയത്ത് ഭൂമി പറയുന്നുണ്ട്, എനിക്ക് വീട്ടിൽ കിടന്നിട്ട് ഒരു സമാധാനവും ലഭിക്കുന്നില്ല എന്ന് പറയണേ. അപ്പോൾ അജയ് പറയും, എന്തുണ്ടെങ്കിലും ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞതല്ലേ, ഇപ്പോൾ ഭൂമി വീട്ടിലോട്ട് തിരിച്ച് ചെല്ല് എന്ന് പറയണേ. ഇങ്ങനെ രാത്രി ഒറ്റയ്ക്കൊന്നും ഇങ്ങനെ നടക്കരുത്, പല ശത്രുക്കളും ഭൂമിക്കുള്ളതാണെന്ന് പറയുകയാണ്. ആ സമയത്ത് കാറിൽ ഇരുന്നു കൊണ്ട് ഭവാനിയും അഞ്ജനയും പറയുന്നുണ്ട്, അവർ എന്താണ് സംസാരിക്കുന്നത് എന്ന് കേൾക്കുന്നില്ലല്ലോ എന്ന് പറയാണ്. ആ സമയത്ത് അജയ് പറയൂ, എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോകാൻ നോക്കി, ഞാൻ ഇവിടെ നിന്നും ഒരു പോലീസിനെ നിൻ്റെ കൂടെ അയക്കാം, അവർ നിന്നെ വീട്ടിൽ കൊണ്ട് വിട്ടോളും, ഇങ്ങനെ തനിച്ച് രാത്രിയിലൊന്നും നടക്കല്ലേ ഭൂമി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അജയ്. ഇതൊന്നും ഭൂമിയോട് സംസാരിക്കുന്നതൊന്നും ഇഷ്ടപ്പെടാതെ കാറിൽ ഇരുന്നു കൊണ്ട് അഞ്ജന ഇങ്ങനെ ഭവാനിയോട് പറയുന്നുണ്ട്, എന്തിനാ അവന് അവളോട് ഇങ്ങനെ സംസാരിക്കുന്നത്, അവൾക്ക് വലിയ ബഹുമാനമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, എന്ത് ആവശ്യമാണ് എന്ന് പറയണേ. ആ സമയത്ത് ഭവാനി അഞ്ജനയോട് പറയുന്നുണ്ട്, അതൊക്കെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, മോൾ ഇവിടെ അടങ്ങി നിൽക്ക്. അഞ്ജന പറയും, ഞാൻ ഇറങ്ങി ചെന്നിട്ട് ഞാൻ അജയോട് ചോദിക്കട്ടെ, അവളുമായിട്ട് എന്താണ് പറയുന്നത്, അവൾ ഇത്രമാത്രം കെയർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കട്ടെ എന്ന് പറയണം. ആ സമയത്ത് ഭവാനി പറയുന്നുണ്ട്, നീ അടങ്ങി നിൽക്ക്, നമ്മൾ എന്ത് കാര്യത്തിനാണ് വന്നത്, ആ കാര്യം നടത്തിയിട്ട് നമ്മൾ ഇവിടെ നിന്നും പെട്ടെന്ന് പോകും. നീ ഇപ്പോൾ ഈ വണ്ടിയിൽ നിന്നും ഇറങ്ങിച്ചെന്ന് അജയോട് ആ കാര്യം സംസാരിച്ച് അവൻ ചോദിക്കും, എന്തിനാ ഇപ്പം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കും. പിന്നെ നമ്മളാണ് ഇത് ചെയ്തതെന്ന് അവൻക്ക് മനസ്സിലായാൽ എല്ലാം അവിടെ തീരും. അതുകൊണ്ട് നീ ഇവിടെ ഇപ്പോൾ കുറച്ച് സമയം അടങ്ങി നിൽക്കുക എന്ന് പറയണേ. അപ്പോൾ അഞ്ജന പറയുന്നുണ്ട്, അവളുടെ കടയ്ക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് നശിപ്പിക്കണം എന്ന് പറയണേ. അപ്പോൾ ഭവാനി പറയുന്നുണ്ട്, അതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുകയാണ്. പിന്നീട് ഒരു ഗുണ്ട വന്നുകൊണ്ട് കടയ്ക്ക് ഫുള്ളും മണ്ണെണ്ണ ഒഴിച്ച് തീയിടുന്നുണ്ട്. ആ സമയത്ത് പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരെല്ലാവരും അവിടെ നിന്നും തീ അണക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കട നല്ല രീതിയിൽ കത്തി നശിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്നും അജയ്ക്ക് ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, ഭൂമിയുടെ കട ആരോ കത്തി നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയണേ. അങ്ങനെ അജയ് പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നുണ്ട്. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ചെന്ന് ഭൂമിയെ വിളിച്ചു കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഇത് കാണുന്ന ഭൂമി ഇങ്ങനെ ആകെ തകർന്ന് നിൽക്കുകയാണ്. ആരാണ് എൻ്റെ കട ഇങ്ങനെ നശിപ്പിച്ചത്, ആർക്കാണ് എന്നോട് ഇത്രമാത്രം വലിയ ശത്രുത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭൂമി ഇങ്ങനെ കരയുകയാണ്. ഭൂമി പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു കട തുടങ്ങുക എന്ന്, അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയത്, ആർക്കാണ് ഈ ദുഷ്ടതരം ചെയ്യാൻ തോന്നിയത് എന്ന് ഇങ്ങനെ കരുതുകയാണ്. അങ്ങനെ ഭൂമി കരഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും ഭൂമിയുമുള്ള കട നടത്തിയിരുന്ന കാര്യങ്ങളിങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് അജയ് CCTV ക്യാമറയിൽ ചെക്ക് ചെയ്യുന്നുണ്ട്, ആരാണ് ഈ മഹാഭാവം ചെയ്തത് എന്ന്. ആ സമയത്ത് ആരാണ് ചെയ്തതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം അയാൾ ഫുൾ ഹെൽമെറ്റും അതുപോലെ ഫുള്ളായിട്ട് ഒരു ബ്ലാക്ക് ഡ്രസ്സായിരുന്നു ധരിച്ചിരുന്നത്. അതുകൊണ്ട് ആൾ ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ അജയ്ക്ക് സാധിക്കുന്നില്ല. അജയ് ഭൂമിജയോട് പറയുന്നുണ്ട്, ഇത് ആരാണ് ചെയ്തത് എന്നുണ്ടെങ്കിലും നമ്മൾക്ക് കണ്ടുപിടിക്കാം. അജയ് വീട്ടിൽ വന്നതിന് ശേഷം സത്യദാസിനോട് പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ആരോ വന്ന് ഭൂമിജയുടെ കടയ്ക്ക് തീ വെച്ചു, ആരാണ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, ഒരു ബൈക്കിലാണ് വന്ന് ചെയ്തിരിക്കുന്നത് എന്ന് പറയണേ. ഇത് കുറച്ച് ദൂരെ നിന്നുകൊണ്ട് ഭവാനി കേൾക്കുന്നുണ്ട്. സത്യദാസ് പറയും, ആ പെൺകുട്ടിയുടെ അച്ഛൻ മരിച്ചു, പിന്നെ അമ്മ പോലീസ് സ്റ്റേഷനിലായി, ഇപ്പം അതാ ആ കുട്ടിയുടെ കടയും കത്തി നശിച്ചു. അജയ് പറയും, അവർക്ക് വലിയ സമ്പാദ്യമൊന്നുമില്ല, അവർ ആ കട നടത്തിക്കൊണ്ടായിരുന്നു ജീവിച്ച് പോയിരുന്നത്, ഇപ്പോൾ അതാണെങ്കിലോ ആരോ കത്തി നശിപ്പിച്ചും ചെയ്തു. കേൾക്കുന്ന സത്യദാസിനും അതുപോലെ മുത്തശ്ശിക്കും സങ്കടം വരുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി സത്യദാസിനോട് പറയുന്നുണ്ട്, ആ കുട്ടിക്ക് വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ സത്യദാസ് നീ ചെയ്തു കൊടുക്കണം എന്ന് പറയണേ. ആ സമയത്ത് സത്യദാസ്, ഓക്കെ അമ്മേ, ഞാൻ ചെയ്തു കൊടുക്കാം എന്ന് പറയണേ. സത്യദാസ് പറയും, ആ കുട്ടിക്ക് പുതിയതായിട്ട് ഒരു കട തുടങ്ങി കൊടുക്കാം എന്ന് പറയണേ. ഇത് കേൾക്കുന്ന ഭവാനിക്കും അഞ്ജനയ്ക്കും തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് സത്യദാസ് അജയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഇത് ചെയ്തതെന്ന് നിനക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ. ആ സമയത്ത് അജയ് പറയുന്നുണ്ട്, ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ
സാധിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ നോക്കണമെന്ന് പറയണേ. ഇത് കേൾക്കുന്ന ഭവാനിക്കും അഞ്ജനയും ടെൻഷൻ ആവുന്നുണ്ട്. പിറ്റേ ദിവസം ഭൂമിജ കടയുടെ ഭാഗത്തോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. പക്ഷെ വളരെ സങ്കടത്തോടു കൂടിയായിരിക്കും ഭൂമിജ കടയുടെ അടുത്തോട്ടേക്ക് ചെല്ലുന്നത്. ആ സമയത്ത് ഭൂമിജ കട ചെയ്തിരുന്ന സ്ഥലം എല്ലാം വൃത്തിയാക്കി അവിടെ ഒരു പുതിയ കട പണിത് വെച്ചിട്ടുണ്ടാകും. ഇത് കാണുന്ന ഭൂമിജ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് സത്യദാസ് വരുന്നുണ്ട്. സത്യദാസ് ഭൂമിജയോട് ചോദിക്കുന്നുണ്ട്, മോൾക്ക് സന്തോഷമായോ? മോൾക്ക് ഇതാ പുതിയൊരു കട ഞാൻ തുടങ്ങി തന്നിരിക്കുന്നു. ഇനി മോള് ഇതുമായി നല്ല സുഖത്തിൽ ജീവിച്ചാൽ മതി എന്ന് പറയണേ. ഇത് കാണുന്ന ഭൂമിജയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. ഭൂമിജ ചോദിക്കുന്നുണ്ട്, എന്തിനാ സാറ് ഇത്രയും വലിയ ഒരു ഇത് എനിക്ക് വേണ്ടി ചെയ്തതെന്ന് ചോദിക്കണേ. ആ സമയത്ത് സത്യദാസ് പറയുന്നുണ്ട്, ഇതൊക്കെ എൻ്റെ സന്തോഷമല്ലേ, എൻ്റെ മകളുടെ പ്രായമല്ലേ മോൾക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ മോൾക്ക് എൻ്റെ സന്തോഷത്തോടു കൂടി ചെയ്തു തന്നതാണെന്ന് പറയണേ. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.